മന്ത്രിസ്ഥാന തർക്കം തുടരുന്നതിനിടെ എൻസിപിയിൽ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും AK ശശീന്ദ്രനും നേർക്കുനേർ. PK രാജനെ പുറത്താക്കിയതിനെതിരെ പരസ്യ വിമർശനം നടത്തിയ AK ശശീന്ദ്രനെതിരെ PC ചാക്കോ രംഗത്തെത്തി. എത്ര മുതിർന്ന നേതാവും പാർട്ടി അച്ചടക്കത്തിന് വിധേയരാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്നും മന്ത്രി ഔദ്യോഗിക ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്യുന്നുവെന്നും PC ചാക്കോ വ്യക്തമാക്കി. വിവരങ്ങൾ VS രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഈ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്നത് പോലെ എത്ര മുതിർന്ന നേതാവാണെങ്കിലും ഈ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾക്ക് വിധേയരാവണമെന്ന് പറയുമ്പോൾ അത് ശശീന്ദ്രനെതിരെയുള്ള ഒളിയമ്പ് കൂടിയല്ലേ? തീർച്ചയായിട്ടും PK രാജന്റെ അച്ചടക്ക നടപടിയെ ന്യായീകരിക്കുന്നതിനോടൊപ്പം ശശീന്ദ്രനുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് ഇപ്പോൾ PC ചാക്കോ പറഞ്ഞു വെക്കുന്നത്. മന്ത്രിമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ NCP പിളർപ്പിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് NCPയുടെ സംസ്ഥാന അധ്യക്ഷനും മന്ത്രി AK ശശീന്ദ്രനും തോമസ് K തോമസ് MLAയും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇരുന്നതാണ്. അതിനിടയിലാണ് PK രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ PC ചാക്കോ പുറത്താക്കുന്നത്. അതോടുകൂടി മുഖ്യമന്ത്രിയെ കാണാനുള്ള നീക്കം ശശീന്ദ്രൻ ഉപേക്ഷിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് PK രാജനെ പുറത്താക്കിയതിൽ മന്ത്രി ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ PC ചാക്കോയ്ക്ക് കത്തെഴുതുന്നത്. അതിൽ PC ചാക്കോയോട് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് ഒരു മുന്നറിയിപ്പ് AK ശശീന്ദ്രൻ നൽകി. എന്നാൽ രാത്രിയോടുകൂടി പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് PC ചാക്കോ മറുപടി നൽകിയത്. ഈ മറുപടിയിലാണ് പറയുന്നത്, എത്ര മുതിർന്ന നേതാവും പാർട്ടി അച്ചടക്കത്തിന് വിധേയരാണ്. പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ ആരെയും പുറത്താക്കാൻ PK രാജൻ അത്തരത്തിൽ പുറത്താക്കപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലോ ഗ്രൂപ്പ് യോഗങ്ങളിലോ ആരും പങ്കെടുക്കാൻ പാടുള്ളതല്ല. പരസ്യ പ്രതികരണങ്ങളും ഒരു നേതാവും നടത്താൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് PC ചാക്കോയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതായാലും മന്ത്രി മാറ്റത്തിന് AK ശശീന്ദ്രൻ തയ്യാറല്ല. എന്നാൽ മന്ത്രി മാറിയേ തീരൂ എന്നുള്ളതാണ് PC ചാക്കോയുടെ നിലപാട്. കേന്ദ്ര നേതൃത്വം PC ചാക്കോക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ AK ശശീന്ദ്രൻ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത പോലും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. രോഷിനി.